അച്ചാച്ചി കുലുക്കി സർബത്ത് ഉണ്ടാക്കുകയാണ്. കുലുക്കി സർബത്ത് ഉണ്ടാക്കുമെന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരുത്തനെ ഏൽപ്പിച്ചതാണ്. അവനെ കാണാനില്ല. അച്ചാച്ചി വന്ന് നല്ല മാങ്ങ, കണ്ണിമാങ്ങ, ഞങ്ങളെ കണ്ണിമാങ്ങ, ചിലർക്കത് കടുമാങ്ങ, കണ്ണിമാങ്ങ ഇതോ ആ അല്ല, ഇതൊക്കെ ഈ വണ്ടിയിൽ ഇങ്ങനെ വരത്തില്ലേ, വരുന്ന വഴി കിച്ചു വണ്ടി ഓടിക്കുവാണെങ്കിൽ കുഞ്ഞാലപ്പോൾ ഉറങ്ങുവാണെങ്കിൽ കിച്ചു വണ്ടി ഓടിക്കുകയാണെങ്കിൽ പറയും, ചേട്ടാ നമുക്ക് മാങ്ങ തിന്നാൻ നോക്കുന്നു. അടുത്ത ഏത് വീടോ എന്തോ ഒന്നുമില്ല, ഞങ്ങൾ വണ്ടി നിർത്തുന്നു. ആൾക്കാരുണ്ടെങ്കിൽ ഇത് ചോദിച്ച് വാങ്ങിച്ചതല്ല, വാങ്ങിച്ചു വേണോ? ഇത് വാങ്ങിച്ചതാ? ഞാൻ അറിഞ്ഞില്ലടാ. നിങ്ങളിത് എപ്പോഴാണ് മേടിച്ചു? ഞാൻ കണ്ടില്ല. മാങ്ങ ഞാൻ പറഞ്ഞ അവിടെ നടത്താം. എനിക്കൊന്നും അവിടെ ഉള്ളതെല്ലാം മേടിച്ചു തോന്നുന്നു. ഇല്ലേ കുഞ്ഞാച്ചേട്ടാ? തോന്നുന്നു അറിയത്തില്ല. കുഞ്ഞാച്ചേട്ടാ, നമ്മൾ അവിടെ ഉള്ള കണ്ണിമാങ്ങ മൊത്തം മേടിച്ചോ? ഇനി ഉണ്ടായിരുന്നോ? ഇത് ടൗണിലുണ്ട് വണ്ടികൾ. മൂശാമ്മയുടെ വീട്ടില. ഇത് ഓടിച്ചിടുമ്പോഴേ അതതിൻ്റെ അവരുടെ പാലാട്ടുകാരുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. അവരൊക്കെ ഒരുമാതിരിപ്പെട്ട ഒരു തൂത്ത് കളഞ്ഞിട്ടായിരുന്നു. ഓടിച്ചിടുമ്പോ അതിന്റെ ഇത് വരില്ല, ചെറിയ അതും കൂടെ കിടക്കണം. ഇതൊക്കെ എനിക്കറിയാം. ആ നമ്മുടെ വീടിൻ്റെ അവിടെ ആ തെങ്ങില്ലേ, കണ്ടായിരുന്നോ? ആ കാറൊക്കെ പാർക്ക് ചെയ്യുന്നതിനോട്ട് തെങ്ങുണ്ട്. അവിടെ ഉണ്ടായിരുന്നു വലിയ മാവ് ഉണ്ടായിരുന്നു. അവിടെ ഇതിന്റെ വലിയ മാവ് ഉണ്ടായിരുന്നു. പക്ഷെ അത് പാട്ട് പഠിക്കാൻ പോയപ്പോ അച്ഛനെ കൊടുത്തു വിട്ടു സാധനം. ഫ്രിഡ്ജിൽ കൊണ്ട് തിരിച്ച് സേർത്തോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വരാണ്ടത് എടുക്കല്ലെന്നുണ്ട്. എന്നിട്ട് ഇന്നലെ എന്തോ ഒരു കറിക്കുള്ള മാങ്ങ എടുത്തു അമ്മ പറഞ്ഞു. അതൊന്നും എനിക്കറിയണ്ട, ഞാൻ വരുമ്പോ എനിക്ക് മാങ്ങ കിട്ടും. ഞങ്ങൾ ഇന്നലെ അങ്ങനെ വരുന്ന വഴിക്ക് ചക്ക പഴുത്ത് നാറൊന്നുമല്ല. അത് ഞങ്ങൾ കഴിച്ചു. വേറെ ചേച്ചി മുറിക്കാത്തല്ല, വലിയ ചക്ക ഞങ്ങൾ വാങ്ങാം. പക്ഷെ ഞങ്ങൾക്ക് മുറിച്ച് കുറച്ച് ഇങ്ങനെ നല്ല ഇതാക്കി തരണം. അങ്ങനെ മുറിച്ചതിന്റെ ബാക്കി തരാക്കി ഞങ്ങൾ വലിയ ചക്ക എടുക്കാന്ന് പറയും. എന്നിട്ട് അവര് നല്ല വലിയ ചക്ക തരും, ബാക്കി നല്ല ജെല്ലിക്ക് മുറിച്ച് സൂപ്പറായിട്ട് കിട്ടുന്നു. വൃത്തിക്ക് തരും. എന്നിട്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം പുറകിൽ ഒരെണ്ണം മുന്നിൽ വയ്ക്കും. ഞാൻ ഈ സൈഡിൽ ഇരുന്ന് ചക്ക ഇടയ്ക്ക് ഇങ്ങനെ കുരുമുളക് 2 പേർക്ക് ഇങ്ങനെ കൊടുത്തിരുന്നു. തിന്ന് വരുമായിരുന്നു. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ആനയ്ക്കും കൊടുത്തു. അങ്ങനെ അതപ്പോട്ട് ആനയ്ക്ക് ഏവോ ഓർത്തും ചേച്ചി എന്നെ ഇവിടെ കൊടുക്കാൻ 3 ആന ഇങ്ങനെ പോവാ ആനക്കാരനും കൂടെ. ഉടനെ ഞാൻ ഗ്ലാസ് കാത്തിട്ട് ആനപ്പുറത്ത് ചക്ക തരട്ടേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് മുന്നിൽ പോയി ആനയ്ക്ക് കൊടുത്തോളാൻ പറഞ്ഞു. അവിടെ വണ്ടി ഒതുക്കി കൊടുത്തോളാൻ പറഞ്ഞു. ഇപ്പൊ ഓർത്തും തരാം ഈ തുമ്പിക്കയുടെ അറ്റത്ത് വെച്ചാൽ അതുവഴിയായി ചക്ക പോകുന്നത്. അല്ല, പെട്ടെന്ന് ആന കാണുന്നതിന്റെ ചക്ക കൊടുക്കുന്നതിന്റെ ഇവിടെ ഇരുന്നു. ഞാൻ ചക്ക ഇങ്ങനെ എടുത്ത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ആന കണ്ടതല്ലേ. ചേച്ചി കൊടുത്തു. ഞാൻ ഇല്ലടാ, ഞാൻ വരുന്നത് എനിക്കറിയാം. എനിക്ക് പിന്നെ കൈയൊക്കെ കഴിക്കും. ഒന്നാമത്തെ എനിക്ക് വയ്യ. ആരെടുത്തോട്ട് അടുത്ത് ചിലപ്പോ പേടി വരും. അതിന് ഇവനൊന്ന് ഈ തുമ്പികൾ അറ്റില്ലേ, ഈ ഇതിനകത്തോടെ തീറ്റ പോകണ്ട. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചക്ക കൊടുക്കും. അപ്പൊ പെട്ടെന്ന് ആന കണ്ടതല്ലേ, ഞാനിങ്ങനെ ചക്ക കൊടുക്കും. എന്നോട് വായ കൊടുക്കും. ഞാനിങ്ങനെ നോക്കും, വാ എന്തി സാധനം. അപ്പഴത്തേക്ക് കൈ ഇങ്ങി വന്നു. അപ്പഴത്തേക്ക് തുമ്പി കൈ ഇങ്ങി വന്നു. എന്റെ കൈയും പോയി കൂടെ. ഞാൻ മക്കളെ കാട്ടാനൊക്കെ ഒന്നും കൊടുക്കല്ലേ. അത് മര തെടം പറ്റിക്കൊണ്ട് പോകുന്ന ആനയായിരുന്നു. ആന നടന്ന അമ്പലത്തിലോട്ട് പോവാ. എന്തൊക്കെ ഉണ്ടായിരുന്നു.
എന്തിനാ വെറുതെ നിൽക്കുക? റബ്ബറിന്റെ ഇടയ്ക്ക് വെറുതെ. ആ തൃശ്ശൂർ ഒരു സൈഡ് മൊത്തം ജാതി, കുറച്ചവിടെ കഴിയുമ്പോൾ മൊത്തം മാവ്, അങ്ങനെ ഓരോ സൈഡിൽ ഓരോ സാധനങ്ങളാണ്. പക്ഷെ അത് നല്ല രസം കേട്ടോ, ജാതി ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ നട്ട് കഴിഞ്ഞാലേ നല്ല രസമാണ് കാണാൻ. ഒരെണ്ണമായിട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. ജാതി പറയുന്നതാ. ഇതാ ജാതി, ഇത് നിന്നെ ജാതിയാണ്. എന്റെ കയ്യല് ഞങ്ങൾ പോകുന്ന അന്ന് രാത്രി രാവിലെ ആ അമ്മ വരുന്നത് ഞങ്ങൾ പോകുന്ന വെച്ചാ കയ്യലെ പാൻ്റെ അഴിച്ചു വെച്ചാട്ടോ, തൽക്കാലത്തേക്ക് അഴിച്ചു വെച്ചാൽ അതിപ്പോ കുഞ്ഞാവെ എണീപ്പിച്ചു പോകും. രാത്രി അതിട്ടിട്ട് കിടക്കാൻ വയ്യ. ഞങ്ങൾ ഹോസ്റ്റലിൽ വന്നു, ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഇങ്ങനെ സംഭവം ആദ്യം പറയും. ആദ്യമായിട്ട് പറയണോ, രാത്രിയിൽ ഞാനിങ്ങനെ കിടക്കും കേട്ടോ, എനിക്ക് 1:30 ഒരു കോള്. അപ്പോൾ ഞാനിങ്ങനെ അവധി ഇട്ടിട്ടുണ്ട്, ചേട്ടാ ഫാൻസ് ഒന്നും വിളിക്കാൻ ഇല്ല. 1:30 1 മണി ആ റേഞ്ച്. ചേട്ടാ നിന്നെ ഫാൻസ് ഒന്നും വിളിക്കാറില്ല. ഞാൻ പറഞ്ഞു വിളിക്കാം. ഇൻസ്റ്റാഗ്രാമിലായിരുന്നു. അപ്പൊ തിരിച്ച ചേട്ടാ ഞങ്ങളെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങളുണ്ടല്ലോ ചേച്ചി ഞാനും വരുവാണ്. ഞാൻ പറഞ്ഞ പറയട്ടടാ, അല്ല എനിക്ക് മനസ്സിലായി ഞാനും വരാം. ഞാൻ പറഞ്ഞാൽ എന്നാൽ ഇറങ്ങിക്കോ, കൈ കിട്ടുന്നതൊക്കെ പെറുക്കി ഇറങ്ങി ഞങ്ങൾ ഇവിടെ വരെ പോവാം, ഹോസ്റ്റലിൽ പോവാം. നേരം പഠിപ്പിക്കുമെന്ന് തോന്നുന്നില്ല, എനിക്ക് തീരെ വയ്യ. കാരണം 2-3 ദിവസമായിട്ട് ഈ കണ്ടിന്യൂസ് ഇങ്ങനെ വന്നിട്ട് തിരിച്ച് വന്നിട്ട് ഉറങ്ങിയിട്ടില്ല, കണ്ണൊക്കെ ഇരിക്കുന്നുണ്ടോ? 6 ദിവസമായി. സാറിനെ കാറി കയറിയ പിന്നെ ദീപ്തിച്ചൊരു അനക്കമില്ല, അറിയത്തില്ല ദീപ്തിച്ച് എന്ത് ചെയ്യുന്നു. ഞാനൊരു ഒറ്റ ഇരിപ്പിരുന്ന ഉറക്കം ഉറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് ഇതവിടെ എന്നെ പറ്റി പറയാവുന്നതല്ല, പറ്റി പേരൻസ് മീറ്റിങ്ങിന് പോകുന്ന പോലെ ഇവള് പഠിക്കത്തില്ല സാറേ. വീട്ടിൽ വന്ന പുസ്തകം കൈ കൊണ്ട് തൊടൂല്ല എന്ന് പറഞ്ഞാല് എന്നെ പറ്റി ഞാൻ നോക്കിയപ്പോ ഇതുവരെ നാക്കില്ലാത്തവൻ കുറ്റമോ ഡോക്ടർ എന്നോട് പറയുന്നു, ഞാൻ തിരിച്ചു പറയുന്നു ഞാനിങ്ങനെ എല്ലാം കണ്ട് അത് ഞാൻ വേറെ ഡോക്ടറിൻ്റെ അടുത്തിട്ട് റെഫർ ചെയ്തു. അവിടെ ചെന്നപ്പോഴത്തേക്ക് മറ്റേ ടീച്ചറിൻ്റെ അടുത്തൊന്നും കൊണ്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് വിട്ട അവസ്ഥയായി ഇപ്പോൾ എനിക്ക്. എന്നിട്ടപ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, സന്തോഷിപ്പിക്കണം, കുറച്ച് ഒരു ഉറക്കം നല്ല ഡിസ്റ്റർബ് ആവുന്നുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്, അത് മുഖത്ത് കാണാനുണ്ടല്ലേ, കൃത്യമായി ഭർത്താവ് തന്നെ എടുത്ത് കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കുക, പിന്നെ കുറേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് പറഞ്ഞു നിങ്ങളൊന്ന് 2 ദിവസം എവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ അതൊക്കെ വീട്ടിലോട്ടൊക്കെ പോവാം. പ്രത്യേകിച്ച് ഡോക്ടർ ഒന്ന് കിച്ചുവിനെ കൊണ്ടുപോകണം, പ്രത്യേകിച്ച് ഡോക്ടർ കിച്ചുവിനെ കൊണ്ടുപോകണം. അതെ അല്ല ഡോക്ടർ പറഞ്ഞു കിച്ചുവിനെ കൊണ്ടുപോകണ്ടാവും, അങ്ങനെയാണ്. അങ്ങനെ ആയിരിക്കത്തില്ല, ആ വഴിയില്ല, ഡോക്ടർ പൈസ കൊടുത്തായിരുന്നു പറയാൻ പോകാൻ പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങിയിട്ട് അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുത്തില്ല, ഒരു ട്രിപ്പായിട്ട് തന്നെ പോകാമെന്നുള്ളൊരു ഇതായിരുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മറ്റേ ഇല്ല പടത്തിൽ കാണത്തില്ലേ കല്യാണി പ്രിയദർശൻ വന്ന് എല്ലാവരും ഇറങ്ങിപ്പോവും, എനിക്ക് കിടന്ന് ഉറങ്ങണമെന്ന് പറയുന്നത് പ്രണവ്മോഹൻലാലിനെ കല്യാണം കഴിക്കുന്ന പടം. കൊച്ചുകാരൻ നിങ്ങളെല്ലാരും ഒന്ന് പോകുന്നു, ഉറങ്ങി പോകുന്നുണ്ടോ അതേ അവസ്ഥ. എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ, വണ്ടി ഓടുമ്പോ ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞ പോലെ ഒന്നീ കിച്ചു ഡ്രൈവിംഗ് സീറ്റിലുണ്ടാവും, ഇല്ലേ കുഞ്ഞാവ് ഡ്രൈവിംഗ് സീറ്റിലുണ്ടാവും, ഇവരിൽ ഒരാൾ ബാക്കിലുണ്ടാവും, ഞാൻ ഇടതുവശത്ത്. അപ്പൊ എനിക്ക് ഉറങ്ങണം, അതാണ് പ്രധാന ലക്ഷ്യം. ഒന്നീ കിച്ചു ഉറങ്ങും അല്ലേ കുഞ്ഞാവ് ഉറങ്ങും, ഞാൻ 2 പേർക്കും കമ്പനി, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. സാറ് തിരിച്ചു എപ്പോഴും ഉറങ്ങുന്ന എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. ചേച്ചിക്ക് എന്തോ ചേച്ചിന്റെ വണ്ടി കയറിട്ട് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഡോക്ടർ കുറേ ടെക്നിക്ക് പറഞ്ഞു തന്നു, അറിയാവുന്നവരെല്ലാം ഓരോ ടെക്നിക്ക് പറഞ്ഞു, നല്ല ഉറക്കം കിട്ടാനുള്ള കുറച്ച് കാര്യങ്ങൾ ടിപ്സ് അല്ല കുറെ ടിപ്സ് പറഞ്ഞു. ഒരു കാര്യം ഓർക്കണം, ഉറക്കത്തിൽ ഇത്രയും ഞാൻ ചെയ്യുന്ന കാര്യം സിൻസിയറായിട്ട് ചെയ്തൊരു വ്യക്തിയാണ്, ഇത്രയും സിൻസിയറായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവനാണ് എന്നെ കണ്ണു വെച്ചാൽ ഇവൻ തന്നെ ഇവൻ പറഞ്ഞ പിന്നെയാണ് ഞാൻ എന്റെ വണ്ടിയിലുള്ള ഉറക്കം പോയത്. അങ്ങനെ ഞങ്ങള് കോഴിക്കോട് അല്ല അത് പറയണം, ഞാനും ദീപിച്ചൊരു കുഞ്ഞാച്ചനെ നിർബന്ധിക്കുക, കുഞ്ഞാച്ചേട്ടാ പോവാൻ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് ദൂരം ഒന്ന് കോഴിക്കോട് വരെ പോയിട്ട് കോഴിക്കോട് കണ്ടിട്ട് വരാം. ഞാൻ പറഞ്ഞ അത് വേറെ നമുക്ക് വേറെ എവിടെയെങ്കിലും അല്ലാണ്ട് പോവാം വീട്ടിൽ ചെന്നിട്ട്. കാരണം ഒന്നും സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല, നിന്ന കോലത്തിൽ ആശുപത്രി വന്നവരാന്ന് ഓർത്തണം. ഈ ഒന്നും സീനത്തോട് പോകണം ഡ്രസ്സും കാര്യങ്ങളും എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ച് വയനാട് വേണം. കോഴിക്കോട് പോകാൻ പറഞ്ഞപ്പോൾ കുഞ്ഞു വന്നിട്ട് അവിടെ നിന്ന് ഇച്ചിരി ദൂരം എന്നുള്ള വീട്ടിലോട്ട്. അങ്ങനല്ല, അന്ന് കോഴിക്കോട് വന്നു, ഞങ്ങൾ നിർബന്ധിച്ചു. ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞാച്ചേട്ടൻ പുറകെ കിടന്ന് ഉറങ്ങുന്നു, ഞാൻ വണ്ടി ഓടിച്ചു, ഞാൻ ദീപിച്ചിരിക്കുന്നു. പുറകെ കിടന്ന ഉറക്കം ഞാൻ എന്ത് ചെയ്തു, കുഞ്ഞാവിനെ ആറട്ടെണ്ണം വിളിക്കും. വിളിച്ചതാ.
അങ്ങനെ ഞങ്ങൾ കോഴിക്കോടൊക്കെ ബീച്ച് റോഡിലെത്തിയപ്പോൾ ഞാൻ നല്ല ഇട്ടാപ്പൊട്ടി അതെന്നെ സാധനം വരുന്നില്ലേ എന്തോ അതിൻ്റെ വലിയ സാധനമൊക്കെ ഇട്ടാപ്പൊട്ടി ഇത്ര ഉള്ളു മറ്റേ തകിടിൻ്റെ അത്രയൊക്കെ ഉള്ളു സാധനം. കുഞ്ഞു സാധനമൊക്കെ മേടിച്ച് ബീച്ചിലൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല എന്തോ പോലെ പിന്നെയും പ്രശ്നമായി. എന്തൊക്കെയോ പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾ റൂം എടുത്തു. ഇല്ല റൂം എടുക്കുമല്ലേ, റൂം എടുത്തിട്ടോ എന്നെ ചിലരൊക്കെ മനഃപൂർവ്വം ആന്ന പോലെ 2-3 ചവിട്ട് ഒരു എക്സ്ട്രാ ബെഡ് ഇട്ട് തന്നു. ഞങ്ങൾ പാതിരാത്രിക്ക് ഇപ്പോഴാണ് റൂം എടുക്കുന്നത്. അപ്പം ചിലയിടത്തുനിന്ന് രാവിലെ ചെക്കൗട്ട് ചെയ്യണം. ഇതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ 24 hours ഉണ്ട്. അപ്പോൾ എനിക്കൊരു സമാധാനം. രാത്രി ഇനി നേരം വെളുക്കുന്നവരെ ഉറങ്ങാണ്ടിരുന്ന രാവിലെ ഒരു മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റിയ ഉറക്കവേദന എപ്പോഴും കടാക്ഷിക്കുമല്ലോ. ഈ ഒരു പ്ലാനായിരുന്നു. എന്നിട്ട് താഴെ ഒരു ബെഡ് ഇട്ടു, അല്ലാണ്ട് 2 ബെഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് താഴെ കിടക്കണം. അപ്പോൾ നമുക്ക് താഴെ കിടന്നോട്ടെ. ഞങ്ങൾ താഴെ കിടക്കും. താഴെ നമ്മൾ തറയിൽ കിടക്കുമ്പോൾ തണുപ്പ് കിട്ടുമല്ലോ. അതിന് എ സി റൂമിൽ ഭ്രാന്ത് കിട്ടും. എ സിൻ്റെ തണുപ്പ് പരവേശം കാരണം. അപ്പോൾ എനിക്ക് തോന്നും വേണ്ട എന്നാൽ കുറച്ച് നേരം മേളിൽ കിടക്കാം. അങ്ങനെ ഞാൻ മേളിൽ കിടക്കും. പിന്നെ എനിക്ക് തോന്നും വേണ്ട ഈ തറയ്ക്ക് ഇടത്തെ സൈഡിൽ കിടക്കുന്നു. അപ്പോൾ തോന്നും അയ്യോ കുഞ്ഞാൻ ഒറ്റയ്ക്കുള്ളത്. ഞാൻ പിന്നെ ഇവിടെ വരും. ഇവനെ തൊഴിച്ചിട്ട് ഉഷമേ ഈ രാവിലെ മിഞ്ചി എനിക്ക് കിച്ചു. അത് അല്ല ഞാൻ നോക്കുമ്പോണ്ടല്ലോ ഉഷമേ, ഞാൻ നോക്കുമ്പം രാത്രിയില് കിടക്കുന്ന മിഞ്ചി കിച്ചുവിൻ്റെ അടുത്തുനിന്ന് കിട്ടിയത്. ഞാൻ നോക്കുമ്പോൾ സംഭവം എന്താ അറിയോ, ഞാൻ നോക്കുമ്പോൾ രാത്രി ഇങ്ങനെ എന്നെ ഇങ്ങനെ ചവിട്ടുന്നു. ഞാൻ നോക്കുമ്പോൾ മുടിയുള്ള ഒരാൾ കുഞ്ഞാച്ചണ്ടല്ലോ ഇതാരാ. അപ്പോൾ താഴെ നോക്കുമ്പോൾ താഴെയില്ല, ഉച്ചച്ച് മേളിൽ കിടക്കും. ഞാൻ തിരിഞ്ഞാ കിടക്കുന്നത്. കൊടുത്ത തൊടി അവനെ മോന്തയ്ക്കും കൈക്കും ഒക്കെ മുതക്കം ചവിട്ട്. ഞാൻ ഇതാറ ചവിട്ടുന്നു. രാവിലെ എണ്ണിച്ച് ഞാൻ പറഞ്ഞു ദീപ് ചേച്ചി ഇഷ്ടംപോലെ ചവിട്ടിയില്ല, പ്രതികാരം ഉണ്ടെ പറഞ്ഞു തീർത്താൽ പോരെന്ന്. അപ്പോൾ താഴെ നിന്ന് കുഞ്ഞാച്ചേട്ടൻ എടാ നിനക്ക് ചവിട്ടല്ലേ ഇട്ടുള്ളൂ, എനിക്ക് കൂപ്പന് ഇടി കുനിച്ചേർത്ത് ഇടിക്കുവന്ന്. അന്ന് ഞാൻ എണ്ണിക്കുമ്പോഴോ എൻ്റെ കീഴ് മിഞ്ചി കിടക്കുന്നത്. മിഞ്ചി പോണേ ഒന്ന് ആലോചിക്ക്, ചവിട്ടിയിട്ട് തൂക്കുമായിരുന്നു. ഈ പൊസിഷൻ കറക്റ്റ് ആണ്. അത് തിരിയുന്ന തിരിയൊക്കെ എന്നെ തിരിയ ഷോൾഡർ പോയെന്നൊന്നും ആലോചിക്കത്തില്ല, ഒറ്റ തിരിയൊക്കെയാ. അതിന്റെ പ്രതികാരം തീർത്താൽ ഇപ്പൊ അല്ലേ മനസ്സിലായി. ഇഷ്ടം പോലെ ചവിട്ടി ഞാൻ മിഞ്ചി ഊരി പോയെന്നുള്ളൂ. ഞാൻ നോക്കും മിഞ്ചി കിടക്കുന്നായിരുന്നു. ഞങ്ങൾ ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല ഇതുപോലെ 1-2 ദിവസമൊക്കെ എങ്ങോട്ടൊക്കെ പോയെന്ന് കറങ്ങി. ഒന്നീ ഡോക്ടർ ഉദ്ദേശിക്കുന്നത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ടയേർഡ് ആയി കഴിയുമ്പോൾ മനസ്സ് കുറച്ചും കൂടെ ഒക്കെ ഹാപ്പി ആകുമ്പോഴത്തേക്ക് ഉറങ്ങുന്നില്ല എന്നുള്ള ഒരു ടെൻഷൻ അങ്ങ് കണ്ടെത്താൻ. ഇതിപ്പോ പതി ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ അയ്യോ ഞാൻ ഉറങ്ങില്ലല്ലോ ഇത്രയും നേരം എന്നുള്ള ഒരു ടെൻഷനല്ലേ. സുലോഭം വിളിച്ചിട്ട് മോളെ നീ ഇനി കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇടണ്ട, ഈ കമന്റ് ഒക്കെ വായിക്കുന്നുണ്ടല്ലേ. ഞാൻ പറഞ്ഞു എന്റെ പൊന്നമ്മയെ ഞാൻ ഈ കമന്റ് എല്ലാം അറിയുന്ന അമ്മ വഴിയാ. അമ്മയെ വാങ്ങിയ വെപ്പ് കമന്റ് ഞാൻ തമ്മിൽ യാതൊരു ബന്ധമില്ല. കാരണം 10-15 മിനിറ്റ് നേരം അവർ കാണുന്ന കാര്യം എടുക്കുന്ന പോലെ ആയിരിക്കത്തില്ല വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ. എഡിറ്റ് ചെയ്ത് ഞാനത് ഇട്ട് കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ആയിരിക്കണമെന്നില്ല മറ്റൊരാൾ. ഇപ്പൊ കിടു പിന്നെ കുഞ്ഞാവയും കൂടെ ഉള്ളത്. കിടുവാന്ന് പറഞ്ഞാൽ വെറുതെ കുഞ്ഞാവ അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ അങ്ങോട്ട് പോകുന്ന കൊണ്ടിട്ടേ പോലുള്ളൂ. 2 പേര് തിരിച്ചു മറിച്ച് 2 പൊതുവേ അവര് തമ്മില് കുഞ്ഞാവയുടെ പൈസ കൊടുക്കാത്തതിന് ചെറിയൊരു കുഞ്ഞാവയുടെ പ്രായമാണ്, തിരിച്ചു ഇവർക്ക് സമപ്രായക്കാരുടെ ഇല്ല. അപ്പോ അന്നേരം അപ്പൊ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോ നീ പറയുന്നുണ്ടായിരുന്നു ചിലർക്ക് അങ്ങനെ പിള്ളേരെ ഉണ്ടാകില്ല, കുഞ്ഞാവ കിടുവിനോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നെല്ലാം കൂടെ പറയുന്നത്. അപ്പൊ നമുക്കറിയാം സ്നേഹത്തോടെയുള്ള പോകുന്നുണ്ട്. ഇതൊക്കെ എപ്പോ ഞാനൊന്ന് വീഡിയോ ഇട്ടല്ലോ, ഞാൻ വീഡിയോ ഇട്ട് എപ്പോഴെങ്കിലും കമന്റ് കാണുവാണെങ്കിൽ കുറച്ച് കമന്റ് വായിച്ച് ഹാർട്ട് കൊടുക്കുന്നല്ലാണ്ട് എന്നെ അതൊന്നും അങ്ങനെ ബാധിക്കത്തില്ല. കാരണം നമുക്ക് സ്ഥിരം കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. നമുക്കൊരു കമന്റ് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇവരിതിന് മുന്നേ കമന്റ് ഇട്ടുള്ളവരാണെന്ന്. അപ്പൊ സ്ഥിരം നമുക്കൊരു പോസിറ്റീവ് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം നമ്മളെ പറ്റി നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ ശരിക്കും അത് നമ്മൾ ചെയ്ത എന്തോ ഒരു തെറ്റ് അവിടെ ഉണ്ട്, നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് അവർ കണ്ടുപിടിച്ച് നമുക്ക് നന്നാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇത് ചിലരുടെ കമന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോയിലും നെഗറ്റീവ് ഭാഗം മാത്രം കണ്ടുപിടിച്ച് പറയുന്ന വ്യക്തികളുണ്ട്. അപ്പം അങ്ങനെ മോശം പറയുമ്പോൾ ഞാൻ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് നോക്കും ഇതിന് മുന്നേ കമന്റ് ഇട്ടിട്ടുണ്ടോ, ആദ്യമായിട്ട് കമന്റ് ഇടുവാണോ. ഇപ്പൊ ഇന്ന് ഇങ്ങോട്ട് വന്ന് 2 സെക്കൻഡ് വീഡിയോ നോക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് വായി തോന്നി പറഞ്ഞിട്ട് വാ
അത് നോക്കുമ്പോൾ പണ്ട് മുതലേ കണ്ടിട്ടില്ലാത്ത അപ്പൊ നമുക്ക് റെഗുലറായിട്ട് കമന്റ് ഇടുന്ന എല്ലാവരും അറിയാം. അപ്പൊ നമുക്ക് ചിലർ സ്ഥിരം ഇടുന്നൊരു കമന്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ഇനി അവർക്കെന്താ പറ്റിയതാ, അവർക്കിനി നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടാനിട്ടാണോ അതോ നമ്മളെ ഇനി കാണണ്ടെന്ന് വെച്ചാണോ, അവർക്കിനി എന്തെങ്കിലും പറ്റണം. അങ്ങനെ ശരിക്കും അതൊക്കെ വായിച്ചിട്ട് വിഷമം വന്നതാണ്. എന്നിട്ട് എന്നോട് പറയത്തില്ല ഇപ്പൊ കമന്റിന്റെ കാര്യം. അതുകൊണ്ടല്ല, എന്നോട് കമന്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോഴേ ഞാൻ വഴക്കുണ്ടാക്കും. എനിക്ക് കേൾക്കണ്ട, അമ്മ തന്നെത്താനെ ഇരുന്നൊക്കെ പറഞ്ഞാൽ മതി, എനിക്ക് കേൾക്കണ്ട, എനിക്ക് അതിന് തൽക്കാലം വായിക്കാനുള്ളതുകൊണ്ട് വായിക്കാൻ എനിക്കറിയാം. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വായിച്ച് കണ്ടുപിടിച്ചോളാം. അമ്മ ദയവ് ചെയ്ത് അമ്മ കമന്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരുവേ ചെയ്യരുത് എപ്പോഴും ഞാൻ പറയും. അമ്മ ഞാനോട് കമന്റിന്റെ കാര്യം പറഞ്ഞത് ഉറങ്ങി വന്നിട്ട് ഉറങ്ങിയില്ല. 2-3 ദിവസമായി ഉറങ്ങുകയില്ല. ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നില്ല എന്നുള്ളതാ. സാറ് ആൾക്കൊരു ക്ഷീണം വരുമ്പോഴെങ്കിലും ഉറങ്ങണം. എന്നിട്ട് രാത്രി ഞങ്ങൾ നമ്മൾ ആശുപത്രിക്ക് അറിഞ്ഞില്ല. ഇല്ല, ആരും ഇവിടെ ആരും അറിഞ്ഞില്ല. ഇന്നലെ എനിക്ക് തലവേദന ഇല്ലായിരുന്നു, പക്ഷെ ഇന്നലെ രാത്രി എനിക്ക് ഭയങ്കര ഭയങ്കര തലവേദന. അന്നേരം പിന്നെ കുഞ്ഞാൾക്ക് മനസ്സിലായി തലവേദന തുടങ്ങിയാൽ പിന്നെ ശരിയാവില്ല. അപ്പം തന്നെ ഇവിടെ പുൽപ്പള്ളിയിൽ ആശുപത്രി കൊണ്ട് കൊടുക്കും. ആശുപത്രി വരെ പുൽപ്പള്ളി ഇവിടെ എത്ര ദൂരമാണ്? 3 കിലോമീറ്റർ ആവും. എന്നവൻ എന്നെ വണ്ടി ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് ഉറങ്ങുന്ന കാണുവാണെങ്കിൽ അവിടെ വിട്ടേക്കാം. അതിന് ബസ് സ്റ്റാൻഡേക്ക് ബസ് സ്റ്റാൻഡ്, നടറോടേക്ക് നടറോഡ്, ടോയ്ലറ്റേക്ക് ടോയ്ലറ്റ്, എന്നെ വിട്ടേക്കാൻ ഞാൻ പറഞ്ഞു. ഞാൻ ചിലപ്പോൾ കാറിൽ സ്വസ്ഥമായി ഉറങ്ങുന്നതിനൊക്കെ കുഞ്ഞാൾക്ക് തോന്നി അകത്താവുമ്പോൾ കുറച്ചുകൂടെ സുഖമായിട്ട് ഉറങ്ങുന്നു. അവിടെ തന്നെ ഇവിടെ കൊണ്ടുപോയിട്ടു. ഞാൻ സട കൊടഞ്ഞ കഴിഞ്ഞു പിടിച്ചോണ്ട് കൊണ്ടുപോകും, ചിലപ്പോൾ എടുത്തോണ്ടും പോകും. നമ്മൾ ഉറങ്ങുന്നതാണ്. എന്നാൽ ഞാൻ അവിടെ കിട്ടാൻ മതിയായിരുന്നു. ഞാനോ എണ്ണിക്കുണ്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് 3 മണിയായി എനിക്ക് വിശക്കുന്നേന്ന് തുടങ്ങി. അപ്പൊ ഞാൻ എന്തെടുക്കുമായിരുന്നു? നീ ഉറങ്ങുമായിരുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഉറങ്ങുന്നുണ്ടല്ലോ, ഉണർത്തിയാലോ? അതാകുമ്പോ എല്ലാരും കൂടെ ചേർന്ന് പ്ലാൻ തയ്യാറാക്കി. അതെ, എല്ലാരും കൂടെ അപ്പൊ എന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിക്കും എങ്ങനെ ഒരാളെ ഉറക്കാം. ക്ഷീണം വന്നിട്ട് കിടന്നുറങ്ങുന്നില്ല. എന്നിട്ടും ഉറങ്ങുന്നില്ല. ആ മുഖത്തിന് നല്ല അറിയുന്നുണ്ട് ഈ കണ്ണിന് ഇവിടൊക്കെ കണ്ണൊക്കെ തള്ളി കണ്ണിന് സൈസ് നോക്കുന്നുണ്ട്. അതങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഈ ഉറക്കൂടെ വരാത്തപ്പോൾ നമ്മൾക്ക് ഇറിറ്റേഷൻ അല്ലേ, കയ്യൊക്കെ എടുത്ത് എറിയുവാ. എന്നിട്ട് അയ്യോ അമ്മയെന്നൊക്കെ ശബ്ദം ഉണ്ടാക്കും. വീഡിയോ എടുക്കുന്നുണ്ടല്ലോ ഇപ്പൊ വന്നിട്ട് കുഞ്ഞാ എന്റെ കയ്യിലെ കുപ്പാച്ചി ഇട്ടതാ. ഗുളി കഴിച്ചോ? നിനക്ക് ഉത്തരവാദിത്തം ഇല്ലല്ലോ, നീ എടുത്തു തന്നോ? ഞാൻ ഇന്നലെ എടുത്തരാമെന്നാ പറഞ്ഞു. വേണ്ട, എനിക്ക് എന്റെ ഏട്ടായി എടുത്തു തന്നോളൂ. ഏട്ടായി ഇല്ല, കുഞ്ഞാവ് എടുത്തു തന്നോളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോ ഉടനെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു കുഞ്ഞാച്ചൻ എടുത്തു തന്നു. ഇന്നലെ രാത്രി ഇപ്പഴല്ല. ഇല്ല, കുഞ്ഞാവൊക്കെ ജിമ്മിൽ പോകുന്നുണ്ട്. ജിമ്മിൽ പോകാണ്ട് തന്നെ കുഞ്ഞാവൊക്കെ നല്ല വെയിറ്റ് പറഞ്ഞു. എന്നെ നോക്കി നോക്കിയാ എന്റെ കൈ എന്റെ എന്നോട് എല്ലാവരും പറഞ്ഞു, ഞങ്ങളുടെ വീട്ടുകാരെ പറയാൻ തുടങ്ങി കിച്ചുവിനെ കാണുന്നില്ല, കിച്ചു എന്ത് ക്യാമറയ്ക്കകത്ത്. ഞാൻ ഇവിടെ കൊണ്ട് കേട്ടോ അല്ലേ. ആദ്യം ഭയങ്കര ആവേശമായിരുന്നു, സ്വന്തം രൂപം കാണിക്കുന്നു, സ്വന്തമായിട്ട് കാണിക്കുന്നു, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോ ഞാൻ എനിക്ക് ദൈവം ഇതിപ്പോ എവന്റെ സിംഗിൾ വീഡിയോ ആയി പോയല്ലോ, ഇത് മാത്രമേ ഉള്ളല്ലോ. ശരി, അതുകൊണ്ടാ എപ്പോഴും ഇത് തന്നെ. ദീപ് ടീച്ചർ ഫാൻസ് ഒന്നും എന്റെ ഫാൻസ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോക്ക് വരാട്ടോ. അത് അതിനെക്കാട്ടി കോമഡിയൊക്കെ. അവസാനം ഞങ്ങള് കോഴിക്കോട് എത്തി കഴിഞ്ഞ് റൂം എടുത്തില്ലേ, റൂമൊക്കെ എടുത്ത് നമ്മൾ ഇവിടെ വന്നിട്ടാണോ അവിടുന്ന് തന്നെ തീരുമാനിച്ച് എനിക്കപ്പോൾ പെട്ടെന്ന് അച്ചാച്ചിയെ കാണും. ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, അച്ചാച്ചി നാളെ എന്തോ പരിപാടി? അല്ല ഇപ്പൊ എന്തോ എടുക്കോ? ഒന്നും എടുക്കുമല്ലോ. നാളെ എന്താ എടുക്കാൻ പോകുന്നത്? ഒന്നും എടുക്കാൻ പോകുന്നില്ല. കാണണമെന്ന് തോന്നി അപ്പൊ തന്നെ വിളിച്ചു. അല്ല എന്നിട്ട് ഞാൻ പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുത്ത അമ്മയെ അമ്മ അച്ചാച്ചി എന്ത് തുണി അലക്കാന്ന് വാഷിംഗ് മെഷീനകത്ത് ഞാൻ ഉറക്കാൻ വേണ്ടിട്ട്. ഷോൾഡർ ഒരിക്കലും അനുവദിക്കില്ല, ഇത് കെട്ടിക്കഴിഞ്ഞാൽ തൊടുന്ന കാര്യം ഒരു പേടിയാണ്. ഒന്നും എന്റെ കൈ വളയത്തില്ല, തല വരെ എത്തുന്നില്ല. ഞാൻ കുറെ നോക്കി, പക്ഷെ എനിക്ക് ഇന്നലെ ഞാൻ നോക്കുമ്പോ കഴിക്കാൻ നേരത്ത് ഇങ്ങനെ, കാരണം ഈ കൈ ഇവിടെ ഇങ്ങനെ ഇരിക്കുമല്ലേ, പിടിച്ചാ അങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെ തല വന്നിട്ട് കാര്യങ്ങളൊക്കെ എന്താ പിന്നെയും വിളി മസിൽ ബോഡി ഒന്ന് കാണട്ടെ. ജിമ്മിലൊക്കെ പോയതല്ലേ, ടീഷർട്ടിന്റെ കൈയൊക്കെ കേറുന്നു.
എന്തോ ഹലോ ഗോയ്സ്, എന്നെ സുന്ദരന എല്ലാരും എത്ര നാളായി കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞു. നീ തന്നെ അവരടിച്ചല്ലേ വീട്ടുകാരെ പറയുന്നു കിച്ചനെ കാണാനേ ഇല്ലെന്ന്. കിച്ചനെ എല്ലാരും കണ്ടില്ലേ, ഇപ്പൊ സമാനല്ലേ. ഞങ്ങളിപ്പം ചേകാടി വഴി പോയപ്പോ കണ്ണനെ വഴിന്ന് കിട്ടി. എനിക്ക് കൊടുത്താ അല്ല വേണ്ട. അടുത്തതായി കാണിക്കാൻ പോകുന്നത് ചെറുക്കന്മാരുടെ വീട്ടിലെ പരിപാടികൾ, ചെറുക്കൻ വീട്ടുകാരുടെ പരിപാടികൾ. അപ്പൊ ചായ കുടിക്കണമെന്ന് പറഞ്ഞപ്പോ കണ്ണൻ പറഞ്ഞു ഇവിടെ ചായ. പക്ഷെ ഇവിടെ ചായ ഇല്ല. ഇന്ന് കോഫി ഇല്ല. ഞങ്ങൾ കോഫി ഉണ്ടാവുമെന്ന് കരുതിയില്ല, പക്ഷെ ഇല്ല. ആരാ വിറ്റിയെ? കയറി പോയിട്ടുണ്ടോ? ഇതിലേക്ക് കയറിക്കട്ടെ. ആദ്യത്തെ അടി കോഴ തെറ്റിയതാ. വലുതാല് വെച്ച് കയറിക്കോളാം. വലുത് 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 എല്ലാം മണ്ണ്. ഫ്ലാഷ് ലൈറ്റ് ഓൺ. പക്ഷെ നേരത്തെ തൂക്കിടുന്നോ? ആ ആ ശരി ശരി. ആ ടക്ക 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 ടക്ക. ഓ ബൾബ് ഇത് കൊള്ളാല്ലേ? ഇത് പൂക്കൊരു ടൂറിസമായിട്ട് ഇത് ഈ മുളക്കമ്പ് കുത്തിയിട്ട് ചള്ള അതേ പൊത്തി വെച്ചിരിക്കും അല്ലേ? അല്ലേ മുളക്കമ്പ് കുത്തിയിട്ട് ചള്ള അതേ പൊത്തിയിരിക്കുക. ഇതുണ്ട്, അതിങ്ങനെ മെടഞ്ഞാണ് ചെയ്തത്. ഇതാണ് ഇഞ്ചി കൃഷി. നീ കൊറേ ഇഞ്ചി വരിയിട്ടേക്കുന്നത് എന്തിനാ വെച്ചേക്കുന്നത്? ഇഞ്ചിക്ക് വരെ വീടായി. സ്വന്തമായിട്ട് എനിക്കൊരു വീടില്ല ഉണ്ടല്ലോ പത്തനംതിട്ട ടൗണില്. നിങ്ങൾ വിചാരിക്കുന്ന പുള്ളിയൊന്നും അല്ല. ഒരു പാറയുടെ മണ്ടയ്ക്കാന്നുണ്ട്, വെള്ളം പോലും ഇല്ല. ഇത് ഇതെന്റെ സാധനം മുളയാ, കുഞ്ഞു മുളയാ. മുളല്ലേ? പുല്ലാണ്. കുളലു. ഓ ജനലിന്റെ ആ ഒരു ഡിസൈൻ കണ്ടോ ഗുഷ്? ചെറിയതല്ല കേട്ടോ. മണ്ണിന്റെ ബാത്റൂമാ. കണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ. ആ മാങ്ങ ടൈലി ചവിട്ടത്തിനെ കെട്ടി സുഖം. ഇപ്പൊ കൊടുക്കാറില്ല. എന്നിട്ട് മറ്റു മെയിൻ്റനൻസ് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നമ്മൾ തന്നെ താമസിക്കുമ്പോ കുഴപ്പമില്ല, പക്ഷെ അവിടുത്തെ ഗസ്റ്റിന് കൊടുക്കുമ്പോ ഉണ്ടല്ലോ അവരെല്ലാം പ്രശ്നങ്ങൾ. അതാണ് ഈ പ്രശ്നം, അതാണ് പ്രശ്നം. നമ്മൾ ആദ്യമേ കൊടുക്കുക. സെയിം തന്നെ റൂം അല്ലേ? നല്ലോണം പൈസ മുടക്കിയിട്ടുണ്ട്. മാറിക്കൊണ്ടിരിക്കണം ഓരോ അയ്യൊക്കെ. അതെ അതെ. അതിന് കോൺക്രീറ്റിന് മെയിൻ്റെനൻസ് ഇല്ലല്ലോ. ഇത് മെഴുകണ ഇടയ്ക്ക് അല്ലേ?
1 2 3 4 ഇതിന് നമ്പർ എഴുതി വെച്ചിരിക്കുന്നത് പല ഓർക്കാനാ. ഇതാണ് പണ്ടത്തെ ഒറിജിനൽ കണിമാങ്ക മാങ്ങ സ്പോട്ടഡ്. അതവരെ ചേട്ടനാ. അതാണ്ട് ഇതാന്ന് തോന്നാ മാങ്ങ. ഇത്രയും ചെറിയ മാവിലും മാങ്ങയും അങ്ങനല്ല വണ്ടി ഇതാണോ? മാങ്ങ പറക്കാൻ പോകുന്ന യൂട്യൂബർ, മാങ്ങ യൂട്യൂബർ. ആ എക്സ്പ്രഷൻ വ്യത്യാസമൊന്നും ഇല്ലല്ലോ, പുളിയൊന്നും ഇല്ലേ? ഒന്നുമില്ല. മാങ്ങ കാണിച്ചു. ദിസ് ഈസ് കോൾഡ് മാങ്ക. ഇതെന്തൊരു സാധനം എനിക്കറിയത്തില്ല. ഇതറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ആ വലിയ സാധനം ദാണ്ടേ പ്ലാവിൻ്റെ വലുപ്പവും ചക്കയും കണ്ടില്ലേ പോയി. ഇവിടെ നിന്ന് മാങ്ങ ചക്ക അതാണ് മാങ്ങ ചക്ക. ഓഫാക്കിയേക്കട്ടെ. ഓടിക്കോ കണ്ടില്ലേ ഈ രംഗം എടുക്കുന്ന സമയത്ത് അവിടെ ഒരു സൂര്യൻ ഉണ്ടായിരുന്നു. ഇവർ ഓരോന്നൊക്കെ പറഞ്ഞാൽ സൂര്യൻ ഓടി. ഇവർ അഭിനയം കണ്ടാ സൂര്യൻ ഓടി. അല്ലാതെ എൻ്റെ കുഴപ്പമൊന്നുമല്ല. സൂര്യനെ ഉള്ള അതൊന്നും ഈ വീഡിയോക്കകത്ത് തന്നെ കേട്ടോ. ഒന്ന് മിന്നായം പോലെ കാണിക്കണം. അല്ല തുടക്കം കുറച്ച് കാണിച്ചത്. സൂര്യന്റെ കൂടെ വീഡിയോ എടുത്തു. അപ്പൊ ക്രെഡിറ്റ് അവന് വേണമെന്ന്. അപ്പൊ സൂര്യൻ ചോദിച്ചു ഞാൻ തന്നെ പൊട്ടനാന്ന്. സൂര്യന്റെ വാട്ടിന് പോയി. സൂര്യൻ പാത്തിരുന്നു ഗോയ്സ്, കാണുന്നില്ല. ഇറങ്ങി വരുന്നുണ്ടോ? ഒറ്റ ചോദ്യം കൂടെ ചോദിക്കും. ഇനി എന്നെ കാണാൻ ആ വരാറായി ആ വന്നു ഉണർന്നിരിക്കുന്ന സമയം നോക്കി. ഇല്ലല്ല വന്നോണ്ടിരിക്കുക. ബ്രൈറ്റ്നസ് കൂടുന്നുണ്ട്. കണ്ടോ ചെക്കൻ വന്നു നോക്ക് പാത്ത് വരുന്നുണ്ട്. വന്നപ്പോ കണ്ടുപിടിച്ചു കേട്ടോ, ഒരു മരത്തേല് വേര് പെയിന്റ് അടിച്ചിട്ടിരിക്കുന്നു. എന്താണ് സ്ഥലപ്പേര്? ബാവലിയോ? പറ എന്താന്ന്? കർണാടക ബോർഡർ. എന്താ ബാവലി? ബാവലി. ഞാൻ വെച്ച എവനെ കണ്ടേ മാവലി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ ചായ കുടിച്ച കർണാടക എന്നാ? അല്ല നമ്മളിപ്പോ കേരളത്തിൽ നിന്ന് ചായ കുടിച്ചു. അല്ല കർണാടക എവിടാ? ഞാൻ കർണാടകയുടെ കാറ്റെടുത്തിട്ട് വരാം. ശകയിലെ കാറ്റ് ശ്വസിച്ചിട്ട് വരട്ടെ. ഞാൻ കർണാടക വരെ പോയിട്ട് ഇപ്പൊ വരാം. അവർക്ക് കർണാടക പേര് പടക്കം പൊടിച്ചിട്ട് വരാം. എട് കേരളത്തിൽ നമുക്ക് കർണാടകയിലോട്ട് എറിഞ്ഞാലോ? അവർക്ക് വിഷമമായിരിക്കും, അവിടുന്ന് തിരിച്ചു വിടാം. കൊള്ളായി ഇഷ്ടപ്പെട്ടു. അങ്ങോട്ട് ഞാൻ പൊട്ടിച്ചു തരാമല്ലോ. എന്താ ഏ കർണാടക കാ മരമലു ഹേ. നല്ല മരം. നീ വിചാരിച്ച ഇവിടെയുള്ള ആളുകളൊക്കെ ഒന്ന് ഒഴിപ്പിക്കാൻ പറ്റുമോ കുറച്ചു നേരത്തേക്ക്? എനിക്കൊരു റീലെടുക്കാൻ. ആ അർദ്ധരാത്രി അല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ഭർത്താവ് വഴിതെറ്റി പോകുന്നു നോക്ക്. ഞാനേ ഒന്ന് കർണാടക വരെ പോയിട്ടരാവേ. കണ്ടോ കോശ് ആ മരം കണ്ടോ? ഇത്രയും വലിയ മരം പടർന്ന് പന്തലിച്ച് അവിടെ വരെ വന്നു. അന്നേരം നിന്നു. എന്നെ കണ്ടത് ആ പാലം കണ്ടോ? ആ പാലം അന്തപക്കം കാണുന്ന പാലം. ആ പാലത്തിനപ്പുറം കർണാടകയാണ് കോശ്. കർണാടക എന്താണ്? നമ്മളെങ്ങോട്ടാ പോകുന്നത്? നമ്മളെങ്ങോട്ടാ പോകുന്നത്? കർണാടകയിലോട്ട്. ചുമ്മാ കേട്ടോ, കർണാടക ഒന്നും പോകുന്നില്ല. ക്യാമറ സ്മൈൽ പ്ലീസ്. ഒരു ഫോട്ടോ എടുത്തോട്ടെ അവര്. നമ്മളെങ്ങോട്ടാ പോകുന്നേ? വീട്ടിലോട്ട്. നമ്മളെങ്ങോട്ടാ പോകുന്നേ? വീട്ടിലോട്ട്.
ഡോറയും പൂച്ചയും വന്നുണ്ടോ? അവര് വലിയ കുടുംബക്കാരായി ഞങ്ങൾ പാവം പിടിച്ച കുടുംബക്കാര്, അവര് വലിയ വലിയ കുടുംബക്കാര്, അവര് വലിയ വലിയ കഥകൾ, പണ്ടത്തെ മൈസൂർ ഏമണ്ടി കഥകളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആട്ടുമാൻ അതിനെ വിളിച്ചാലോ മട്ടൻ ബിരിയാണി ഉണ്ടാക്കും. അല്ല വേറെ ആണോ? വേറെ അവന് കൊടുക്കും. കറഞ്ഞിട്ട് ഒരെണ്ണോടെ ഒരു സ്പോട്ട വസ്തുവിടെ കറഞ്ഞിട്ട് ഒരെണ്ണോടറിഞ്ഞേ അതോടെ നിറഞ്ഞാലോ? അത് ഒരെണ്ണോടറിഞ്ഞേ. ശരിയാ, അത് മൊത്തം അങ്ങ് എറിഞ്ഞാലോ? അമ്മ ചവച്ച് വയ്ക്കേ പൊട്ടു. ഒരു